ഹൈദരാബാദിലെ പ്രസിദ്ധമായ ചാർമിനാറിനോട് ചേർന്ന് ഗുൽസാർ ഹൌസിൽ ഒരു കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 8 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 5 സ്ത്രീകളും 1 വയസ്സുള്ള പിഞ്ചുകുട്ടിയുമുണ്ട്. ഇന്നലെ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ദുരന്തമെന്നാണ് പ്രാഥമിക നിഗമനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് മേഖലയിൽ ഏറെയും. താഴെ നിലയിൽ നിരവധി ജ്വല്ലറികൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിലെ 2 നിലകളിൽ ഏതാനും കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അപകട സമയത്ത് 21 പേരാണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. ആളുകൾക്ക് പുറത്തിറങ്ങുവാൻ ഇടുങ്ങിയ ഒരു ഗോവണി മാത്രമാണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നതിനാൽ പലർക്കും താഴെ എത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ പുലർച്ചെ 6-നും 6:15-നും ഇടയിലാണ് തീപിടുത്തം നടന്ന വിവരം ലഭിക്കുന്നതെന്ന് തെലങ്കാന ഫയർ സർവീസ് ഡയറക്ടർ ജനറൽ നാഗി റെഡ്ഡി അറിയിച്ചു. തീപിടുത്തത്തെ തുടർന്ന് എയർ കണ്ടീഷണറിന്റെ കംപ്രസറുകൾ പൊട്ടിത്തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. കെട്ടിടത്തിലേക്ക് വഴിയില്ലാതിരുന്നത് കാരണം തീ അണയ്ക്കാൻ വൈകിയിരുന്നു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ വളരെ ദുഃഖകരമാണെന്നും കേന്ദ്ര സർക്കാരുമായും പ്രധാനമന്ത്രിയുമായും സംസാരിക്കുമെന്നും ഈ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘാത ദുഃഖം രേഖപ്പെടുത്തി. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതം സഹായധനം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. തീപിടുത്തത്തിൽ 8 കുട്ടികളും 5 സ്ത്രീകളും ഉൾപ്പെടെ 17 പേരാണ് മരിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. രാവിലെ 6:30ഓടെ ഒരു ഫോൺ സന്ദേശം ലഭിച്ചതായും തുടർന്ന് സ്ഥലത്തെത്തിയതായും ഒരു അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. 11 ഫയർ എഞ്ചിനുകൾ തീ അണച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടുത്തത്തിൽ പരിക്കേറ്റ കുടുംബം ഗുൽസാർ ഹൌസ് പ്രദേശത്തെ കടയുടെ മുകളിലാണ് താമസിച്ചിരുന്നതെന്നും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. ഞാൻ കുടുംബാംഗങ്ങളെ കണ്ടു. ഇത്തരം സംഭവങ്ങൾ വളരെ ദുഃഖകരമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പോലീസ്, മുനിസിപ്പാലിറ്റി, ഫയർ, വൈദ്യുതി വകുപ്പുകൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഇന്നത്തെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് തുടക്കത്തിൽ ശരിയായ ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്നും എന്നോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ നമ്മൾ മികച്ച സാങ്കേതിക വിദ്യ കൊണ്ടുവരണമെന്നും കേന്ദ്ര സർക്കാരുമായും പ്രധാനമന്ത്രിയുമായും സംസാരിക്കുകയും ഈ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു. ഹൈദരാബാദിലെ ചാർമിനാറിനടുത്തുള്ള ഗുൽസാർ ഹൌസിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് മന്ത്രി സന്ദർശിക്കുകയുണ്ടായി. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്നും അടിയന്തര വൈദ്യസഹായം നൽകണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും ഉണ്ടായി. സംഭവത്തിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടുക്കം രേഖപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സംഭവം നടന്ന പ്രദേശത്ത് നിരവധി ആഭരണ കടകളുണ്ട്. അത് പ്രശസ്തമായ ചാർമിനാറിനോട് വളരെ അടുത്താണ്. പ്രദേശത്തെ ഈ കടകളിൽ പലതും 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതും പരസ്പരം മതിലുകൾ പങ്കിടുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതുമാണ്. മൃതദേഹങ്ങൾ കണ്ടെടുത്ത ആശുപത്രികളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ പൂർണ്ണ വിവരങ്ങൾ പങ്കുവെക്കുമെന്നും തെലങ്കാന മന്ത്രി പൊന്നം പ്രഭാകർ പറഞ്ഞു. തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് തെലങ്കാനയിലെ ഹൈദരാബാദിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കട്ടെ എന്നും മരിച്ച ഓരോ വ്യക്തിയുടെയും അടുത്ത ബന്ധുക്കൾക്ക് PMNRF-ൽ നിന്നും 2 ലക്ഷം രൂപ വീതം സഹായധനം നൽകുമെന്നും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. തെലങ്കാനയിലെ ഹൈദരാബാദിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അതിയായ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ. മരിച്ച ഓരോ വ്യക്തിയുടെയും അടുത്ത ബന്ധുക്കൾക്ക് PMNRF-ൽ നിന്നും 2 ലക്ഷം രൂപ വീതം സഹായധനം നൽകുമെന്നും പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നും കോൺഗ്രസിന്റെ രാജ്യസഭാ MP M അനിൽകുമാർ യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. അഗ്നിശമന സേനാംഗങ്ങളെയും മറ്റു വകുപ്പുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർ പരമാവധി ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സ്നേഹ മെഹ്റ പറഞ്ഞത് കെട്ടിടത്തിലേക്ക് ഒരു പ്രവേശന കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു പ്രവേശന കവാടം സൃഷ്ടിക്കപ്പെട്ടു. അവിടെ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ പ്രവേശിച്ചു. ഉള്ളിലുള്ളവരിൽ ഭൂരിഭാഗവും അബോധാവസ്ഥയിലായിരുന്നു. അവർ പറഞ്ഞു. ഉള്ളിലുള്ളവരിൽ ഭൂരിഭാഗവും അബോധാവസ്ഥയിലായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഇവ പുതിയ നിർമ്മാണങ്ങളുള്ള പഴയ സ്ഥാപനങ്ങളാണ്. തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് ഒരു ഇടുങ്ങിയ വഴി മാത്രമേ നയിക്കുന്നുള്ളൂ. ഇതിൽ 4 മുതിർന്ന പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. പ്രഹ്ലാദ്, മുന്നി, രാജേന്ദ്രൻ മോദി, സുമിത്ര, മരിച്ച കുട്ടികളിൽ ഹമി, പ്രിയാൻഷ്, ഇരാജ്, ആരുഷി, ഋഷഭ്, പ്രഥമൻ, അനിയൻ, ഇദ്ദു എന്നിവരും ഉൾപ്പെടുന്നു.
അഭിഷേക്, ശീതൾ, വർഷ, പങ്കജ്, രജനി എന്നിവരാണ് മരിച്ചത്. ഹൈദരാബാദ് MP അസസുദ്ദീൻ ഫൈസി പറഞ്ഞത് ദുരിതബാധിത കുടുംബം 1 നൂറ്റാണ്ടിലേറെയായി ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെന്നാണ്. സഹായിക്കാൻ ഓടിയെത്തിയവരോട് ഞാൻ നന്ദിയുള്ളവനാണ്. അതോടൊപ്പം ഞാൻ ഫയർ സർവീസ് DGയുമായി സംസാരിച്ചിരുന്നുവെന്നും പുക മൂലമാണ് മിക്ക ആളുകളും മരിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്റെ അനുശോചനം അറിയിക്കുന്നുവെന്നും ഫയർ സർവീസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു.